ഉണ്ടായിട്ടുള്ള ഞങ്ങളുടെ ബേർഡ്സിനെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ വട്ടത്തെ ബ്രീഡിങ്ങില് നമുക്ക് കുറെ കുഞ്ഞുങ്ങളെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഗ്രേ പാരറ്റ്. ഗ്രേ പാരറ്റ് കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ സൺഫ്ലവർ ഉണ്ട്, ലോറിക്കിറ്റ് ഉണ്ട്, ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഫാമിലി ഇപ്പോൾ മക്കാവ് ഒഴിച്ച് ബാക്കിയെല്ലാ ബേർഡ്സ് ഇപ്പോൾ ആയി തുടങ്ങി. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ്. ഇത്രത്തോളം ബേർഡ്സാണ്. അപ്പോൾ അതിൽ ഓരോ പ്രായം തൊട്ടാണ് നമ്മുടെ അവിടെ ഇപ്പോൾ ഉള്ളത് ബേർഡ്സ്. അതിൽ കുഞ്ഞു കുട്ടികളിലെ തീരെ കുഞ്ഞു കുട്ടികളാണ് ഈ ബോക്സിൽ കാണുന്നത് കേട്ടോ. പിന്നെ ഇതിൽ ലോറിക്കിറ്റുണ്ട്, സൺഗ്ലോറുണ്ട്, ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഉണ്ട്. പിന്നെ ഇത് ഫുള്ളും സൺഗ്ലോറാണ്. ഇത് കുഞ്ഞു കുട്ടികളാണ്. അവരെക്കാളും ഇത്തിരി കൂടി വലുപ്പമുണ്ട് ഇതിൽ. പിന്നെ ഇത് ഗ്രേ പാരറ്റിൻ്റെ കുഞ്ഞുങ്ങൾ കേട്ടോ. ഓരോ സെക്ഷൻ വൈസ് നമ്മുടെ കിളി ഫാമിൽ ഇപ്പോൾ നമ്മുടെ ബേർഡ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഓരോരുത്തർക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ മോർണിംഗ് ടൈമാണ്, ഇപ്പോൾ ഹാൻഡ് ഫീഡിങ്ങിൻ്റെ സമയമാണ്. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഏത് ബേർഡ്സിനാണ് ഗ്രേ പാരറ്റിന് കൊടുക്കാം അല്ലേ? കാരണം അവര് ഭയങ്കരമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കാം. ഭയങ്കര അല്ലമ്പാണ് കേട്ടോ ഇവര്. നമ്മുടെ കുഞ്ഞിട്ടുള്ള പോലെ തന്നെ സമാനപ്പെടുത്താടി. ഒരാള് കഴിക്കുമ്പോ അടുത്ത ആള് വന്ന് തിരിച്ച് കളിച്ചോണ്ടിരിക്കുക. അങ്ങനെ തരില്ല. അപ്പോൾ പിറ്റാഗസിന്റെ ഹാൻഡ് ഫീഡിങ് ഫോർമുലയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. ഒരാൾക്കല്ലമ്പാണ്. അതെല്ലാ ബേർഡ്സ് എടുത്ത് വെച്ചപ്പോഴേ ഇവർക്ക് ഞാൻ തനിയെ എടുത്തിട്ടാണ് കൊടുക്കാറ്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാവരും കൊണ്ട് വെച്ചപ്പോൾ ഇവർക്ക് പേടിയെന്ന് തോന്നുന്നുണ്ട്, ഞങ്ങൾക്ക് ഇനി കിട്ടില്ലേന്ന്. അതിൻ്റെ ഡേക്കോട് എടുത്തി വരണം നോക്കിയാൽ എന്തോരം ധൈര്യം ഉണ്ടായിട്ട് വേണം. ഇങ്ങനെ കറക്കണ്ട, അങ്ങടെ അപ്പൊ ഏകദേശം നമ്മുടെ കൊടുത്ത് തീർന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ക്രോപ്പ് നന്നായി നിറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആദ്യം കാട്ടിയ ആ ഒരു വെപ്രാളൊക്കെ അവർക്കില്ല. കാരണം എല്ലാവരും വയറ് നിറഞ്ഞു കേട്ടാ. ഇത്തിരി കൂടി വേണ്ട, അത് നിർത്തി വേണ്ട. അങ്ങനെ പറഞ്ഞ ആളെ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് തുടങ്ങിട്ടാ. ഇവരൊക്കെ ഇത്തിരി കൂടി ചോദിക്കുന്നുണ്ട്, അവർക്ക് ഇത്തിരി കൂടി ഇച്ചിരി കൊടുക്കാം. അപ്പൊ അവരാ വെപ്രാളം അങ്ങനെ തീർന്നു. ഇവിടെ ഇങ്ങോട്ട് വായ. എനിക്ക് വേണടി, വേണ്ട. അവൾക്കാണ് ഏറ്റവും ഇത്. അങ്ങനെ നമ്മളുടെ ഗ്രേ പാരറ്റിനെ കൊടുത്തു കഴിഞ്ഞിട്ടാ. അപ്പൊ ഗ്രേ പാരറ്റിന്റെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് 7 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ ഒരു ബുദ്ധി ഇവർക്ക് ഉണ്ടാവുന്നാണ് പറയണേ. അതുപോലെ 200 മുതൽ 300 വരെ വേർഡ്സ് ഇവർക്ക് പറയാൻ പറ്റും. ഞങ്ങളുടെ അവിടെ ഒരു ബേർഡ് ഉണ്ട്, അവള് ഞങ്ങളുടെ കൂടെ നന്നായി വർത്താനം പറയും കേട്ടോ. ഇവര് വർത്താനം പറയാറായിട്ടില്ല. ഇവർ ശരിക്കും ട്രെയിൻ ചെയ്ത് നമ്മളുടെ കൂടെ വളർത്താണെങ്കിൽ ശരിക്കും നമ്മുടെ ഒരു കുഞ്ഞേ കുട്ടിയുടെ പോലെ തന്നെ ഇവർ വലുതാവും. അപ്പൊ നമ്മുടെ ഗ്രേ പാരറ്റിന് അങ്ങനെ കുറെ സവിശേഷതകളുണ്ട്. പിന്നെ എല്ലാ ബേർഡ്സിനും വ്യത്യസ്തമായിട്ട് ഇവിടെ വലിപ്പം കൂടുതലുണ്ട്. പിന്നെ ഗ്രേ കളറിലുള്ള തൂവലുകളും ഒപ്പം ആ വാലിന്റെ അവിടെ ചെറുതായിട്ടൊരു റെഡിഷ് കളറൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ ഗ്രേ പാരറ്റ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ബേർഡ്സിനെ നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് ഈ വീഡിയോ കാണാൻ എല്ലാവരും ഒരു ആഗ്രഹമായിരിക്കും.
അപ്പൊ അതിനൊരു അവസരം ഇപ്പൊ നമ്മുടെ അക്വർ ഫ്ലൈയിങ് ബേർഡ്സ് ഒരുക്കാണ്. ഞങ്ങളൊരു ബേർഡ്സിന്റെ ലക്കി ഡ്രോ ഗ്രൂപ്പ് വാട്സപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 44ാമത്തെ നറുക്കെടുപ്പാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ യൂട്യൂബിലൊന്നും അങ്ങനെ വലിയ കാര്യത്തിൽ പറഞ്ഞിരുന്നില്ല, കാരണം നമുക്ക് ഗ്രൂപ്പിലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ട് അറിഞ്ഞു വരുന്നവരെന്താ നിങ്ങൾ യൂട്യൂബിൽ പറയാത്തതെന്ന് ചോദിച്ചപ്പോ പറയണതാണ്. അപ്പൊ ആർക്കെങ്കിലും ബേർഡ്സിന്റെ ലക്കി ഡ്രോ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും പങ്കാളിയാവണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ വാട്സപ്പിന്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവും. റിക്വസ്റ്റ് അയക്കണം. പാൽപേടനാണെങ്കിൽ ഞാനാണെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ ഗ്രൂപ്പിൽ ജോയിൻ ആവും. അതിനുശേഷം നിങ്ങളൊന്ന് കുറച്ച് നാൾ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ലക്കി ഡ്രോയില് പങ്കാളിയായാൽ മതി. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ 100 ടോക്കൺ ഉണ്ടായിരിക്കും. ആ 100 ടോക്കൺ സെലക്ട് ചെയ്യുക. ഇഷ്ടമുള്ള ടോക്കൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം വാട്സപ്പിലൂടെ. അതിനുശേഷം ഒരു നിശ്ചിത ഡേ പറയും, അതിൽ നമ്മൾ ആ ഡ്രോ എടുക്കും. അത് നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും നമ്മൾ ആ ഡ്രോ എടുക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് കാണും ചെയ്യാം. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ആർക്കാണ് സമ്മാനം ലഭിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നു. ചെറിയ പൈസ മുടക്കിയിട്ട് ഭാഗ്യമുണ്ടെങ്കിൽ ഇത്രയും വില കൂടിയ ബേർഡിനെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പോൾ കുറേ പേര് നമ്മളോട് പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനൊരു ബേർഡിനെ വാങ്ങിക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കില്ല, നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് കുറേ പേര് പറയാറുണ്ട്. അപ്പം അവർക്കൊരു സുവർണ അവസരമാണ്. അപ്പം എല്ലാവരെയും ഈ ഒരു ലക്കി ഡ്രോ ഗ്രൂപ്പിലേക്ക്, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം പങ്കാളിയാവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രേ പാരറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തതല്ല നമുക്ക് സൺഗ്നൂറാണ്. അപ്പോൾ ഞങ്ങളുടെ ഫാമിൽ ഇപ്പോൾ നിലവിലുള്ള ഗ്രേ പാരറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇട്ടത്. അപ്പോൾ ഏകദേശം ഒരു 15 പേര് ഗ്രേ പാരറ്റിനെയാണ് ഇപ്പോൾ നമ്മൾ ബ്രീഡിംഗ് പേഴ്സിനെയാണ് നമ്മളിപ്പോൾ വളർത്തുന്നത്. അവരുടെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്. ഈ കുഞ്ഞുങ്ങളെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ആൾക്കാരുടെ നമ്പർ നമ്മൾ കൊടുക്കാറുണ്ട് നമ്മുടെ എല്ലാ വീഡിയോസിന് താഴെ. ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ തനിയുള്ള വീഡിയോസൊക്കെ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഗ്രേ പാരറ്റിൻ്റെ ആ ഒരു ഇത് മാറി എല്ലാവരും ഒതുങ്ങി ഇപ്പോൾ വീഡിയോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങി ഓരോരുത്തർ. അപ്പോൾ ഇവരെ നമുക്കിനി മാറ്റാം. ഷോപ്പ് കണ്ടില്ലേ, ഇവരെ ഫുഡ് ഫുള്ളാണ് കണ്ട. ഇവിടെ ഒത്തിയുണ്ട്. ഇവളാണ് ഏറ്റവും ആക്കിയായിരുന്ന. അവളൊക്കെ ക്രോപ്പ് നന്നായി നിറഞ്ഞിട്ടുണ്ട് വേണ്ട. കാട്ടിയെടുത്തേടി. ഇതുപോലെ നമ്മൾ ഇവരുടെ വയറ് നിറയ്ക്കണം. അപ്പോൾ അവർ ഒതുങ്ങിയിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പോലെ തന്നെ. വിശന്ന് കഴിഞ്ഞാൽ അവര് ബഹളം ഉണ്ടാക്കില്ല. അതുപോലെ തന്നെയാണ് ഇവരും കേട്ടോ. അപ്പം അതിലൊരാൾ ഇവിടെ കയറി ഇരിക്കണ്ടേ. ഇതാരാന്നറിയോ? ഇത് യെല്ലോ സൈഡിൽ കൊണ്ടുവരേണ്ട കുട്ടിയാണ് കേട്ടാ. കണ്ട, അവള് ഈ അവള് ഗ്രേ പാരറ്റിന്റെ കൂടെ വന്നിരിക്കുകയാണ്. ഫുഡ് കിട്ടുന്ന വെച്ച് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇവർക്കൊക്കെ നമുക്ക് ഇനി ഫുഡ് കൊടുക്കാം കേട്ടാ. നമ്മള് ഇനി ലോറിക്കിറ്റിന്റെ കുഞ്ഞുങ്ങൾക്കാണ്. ഈ സലാമി നീല കളറുള്ള ആൾക്കാരാണ് കേട്ടോ ലോറിക്കിറ്റ്. ബാക്കിയുള്ള സൺഗുണൂറും പൈനാപ്പിൾ ഗുണൂറും ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഒക്കെയാണ് കേട്ടോ. അപ്പൊ അവർക്ക് നമുക്ക് കൊടുത്തു നോക്കാം. ഗ്രേ പാരറ്റ് മാത്രമല്ല, സൺഗുണൂറും ആഫ്രിക്കൻ ലവ് ബേർഡും ഗ്രേ പാരറ്റൊക്കെ ഉണ്ട്. കുട്ടിയാണ് കേട്ടാ. ഇവരെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നോക്കി വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുക ചെയ്ത് കഴിഞ്ഞാൽ
ഇവരെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിലും കൊടുക്കാട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കണ്ണൂരിൻ്റെയും ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെയും പിന്നെ കോണൂർ സെക്ഷനും ലോറി സെക്ഷനും ഗ്രാ പാരറ്റ് കണ്ണൂർ കണ്ടോ. അപ്പൊ ഇത്രയും ബേർഡ്സ് ആണ് നമ്മുടെ കിളി ഫാമില്. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടാ, ഇവിടെ കുറച്ച് പേരുണ്ട് വേറെ. ഇത് നമ്മുടെ ഫുള്ള് കണ്ണൂറാണ് കേട്ടാ. നല്ല ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയില്ല അടിപൊളി ബേർഡ്സ് ആണ് എല്ലാതും. നല്ല ആക്റ്റീവാണ്, എല്ലാവരും നല്ല ഉത്സാഹമായിട്ടിരിക്കുന്ന നല്ല അടിപൊളി ബേർഡ്സ് ആണ് കേട്ടോ നമ്മുടെ ഫാമിലുള്ളത്. അപ്പൊ എല്ലാവർക്കും ഞാൻ ഈ ഹാൻഡ് ഫീഡിങ് കൊടുക്കാണ്. അപ്പൊ ഇത് ഫുള്ളും കഴിയണ വരെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എടുക്കല് കഴിയില്ല. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും താങ്ക് യു.